ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇത് മൈൻഡ് ചെയ്യണ്ട, ഇവിടെ ഉള്ള കവറായി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വിചാരിച്ചൊരു ഈവനിങ് വ്ലോഗ് എടുക്കാം. ചുമ്മാ എടുക്കാൻ വിചാരിച്ചു. എന്നെ കാണാമോ? ഓക്കെ, എല്ലാം പൊട്ടി താഴെ വീഴുന്നുണ്ട്. അത് ഇതിൻ്റെതാ. നമുക്ക് ഈവനിങ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ക്ലാസ് കഴിയുക, റൂമിലോട്ട് വരിക. 4 മണിക്കാകുമ്പം ക്ലാസ് കഴിയും. 5 മണി വരെ വെറുതെ മൊബൈൽ കുത്തും. 5 മണി തൊട്ടാണ് ഞങ്ങൾക്ക് എന്തുള്ള ചായ കുടിക്കാനുള്ള ടൈം, ടീ ടൈം. യെസ്, അത് കഴിയുമ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണമെങ്കിൽ പോയാൽ മതി. താഴെ ആഴ്ചയിൽ 2 ദിവസം എനിക്ക് ബിസ്ക്കറ്റ് കിട്ടും. ഇന്ന് കിട്ടത്തില്ല, ഇന്ന് ബിക്കോസ് ടുഡേ ദിവസം മറന്നു, ഫ്രൈഡേ. അതുകൊണ്ട് അതിനെപ്പറ്റി അറിയണ്ട. എന്തായാലും ഞങ്ങൾ എന്തായാലും ഇന്ന് ചായ കുടിക്കാൻ പോവാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഈവനിങ് വ്ലോഗ് ചുമ്മാ എടുക്കാൻ വിചാരിച്ചു. നമുക്ക് ചായ കുടിക്കാൻ പോവാം. അവിടെ BSc-ക്കാർ അവിടെ സ്ട്രഗിൾ ചെയ്യുക, അവർക്ക് ലീവ് കിട്ടാത്തതിൻ്റെ ഒരു പേരിൽ. ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം. അവർ ഹോസ്റ്റൽ ലൈഫ് ബി ലൈക്ക് ഇതായിരിക്കും. കുപ്പി, പാട്ട എന്നിങ്ങനെ എല്ലാം. എൻ്റെ കുപ്പി കണ്ടില്ല, എൻ്റെ കുപ്പി ബാഗിലും കാണും. ഞാൻ എടുക്കട്ടെ. ഹോസ്റ്റൽ ലൈഫെന്ന് പറയാൻ പറ്റൂല, എന്താ പറയുന്നത്, നമ്മളുടെ റൂമിലെ അവസ്ഥയാണ്. കുറേ മടിച്ചുകളാണ്, ലേസി പീപ്പിൾസ്. പോട്ടെ കേട്ടാ. പ്രാർത്ഥിക്കുന്നതാണ് മൊത്തം മഴയാവും. അല്ല, നടക്കും മഴയാവും. ഞാൻ എടുത്തോണ്ടിരിക്കുക. പക്ഷെ നീ ഇപ്പൊ കണ്ടില്ല. എന്താ ഗിഫ്റ്റ്? നിന്നെ ക്യാമറ കാണാൻ നല്ല രസമാണ്. എന്നാണ് നിനക്കൊരു ചിരി, പുച്ഛം ഒക്കെ. എടി ഗിഫ്റ്റ് എന്തേടി? ഇതാണ് ഞങ്ങളുടെ മെസ്സ്. ഇവിടെ വെക്കാം. ഞാനിവിടെ കൊണ്ട് വെക്കും. എങ്ങാനും കളഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. നല്ല ചായപ്പറ്റി എൻ്റെ അഭിപ്രായം പറഞ്ഞ്. നമ്മളുടെ ഹെൽത്തിന് വളരെ പ്രയോജനകരമായ ചായയാണ് ഇഞ്ചി ചായ. ഹെൽത്തിന് വളരെ നല്ലതാണ്. പക്ഷെ നമുക്കൊട്ട് ശരിയല്ല. അവിടെ കുറേ പ്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. Every time you eat is an opportunity to nourish yourself. Don't waste food. നല്ല കാർമേക്ക്. ആണ്ട് നമ്മളെ കോളേജ് യശോദ ജയ. ഇത് ഞങ്ങളുടെ ഹോസ്റ്റൽ. ഇത് ഹോസ്റ്റൽ മൊത്തം. അയ്യോ പോയി. അയ്യേ, ജനറൽ സ്റ്റോർ. ഞാൻ BSc-ക്കാരോട് ചോദിച്ചു അവരുടെ ഫീസിൻ്റെ കാര്യം. അപ്പോൾ അവർ പറഞ്ഞത് ഫസ്റ്റ് ഇയർ 2 lakh അടച്ചു. സെക്കൻഡ് ഇയർ അവർ 1,62,000 സംതിങ് ആണ് അടച്ചത്. അതുകൊണ്ട് ഇല്ല. പിന്നെ നീറ്റ് വേണമെന്ന് ചോദിച്ചു. നീറ്റ് വേണമെന്ന് വെച്ചാൽ വേണ്ടെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇല്ലെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെ അപ്ഡേഷൻ അങ്ങനെ അധികം അറിയത്തില്ല. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റായിട്ട് ഇതിന് മുന്നേ ഇട്ട ഒരു വീഡിയോയിൽ ഞാൻ ഇവിടെ ഒരു പോസ്റ്റർ
ഇത് ചെയ്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കതിൽ കോൾ ചെയ്തിട്ട് അവരെ വിളിച്ചിട്ട് ചോദിക്കാവുന്നേ ഉള്ളൂ. അവർ ബാക്കി ഡീറ്റെയിൽസൊക്കെ തരും. പിന്നെ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ കുഴപ്പമില്ലെന്നാണ്. പിന്നെ എനിക്കറിയത്തില്ല, എല്ലാവർക്കും ഒരേ എന്താ പറയുക, കോളേജ് ആയാലും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായാലും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. സോ എനിക്കിഷ്ടമാണെങ്കിൽ വരിക, ജോയിൻ ചെയ്യുക. ഇവിടെ വന്നിട്ട് എന്തെങ്കിലും നെഗറ്റീവായിട്ട് തോന്നുവാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റും. എനിക്ക് അറിയത്തില്ല അതിനെപ്പറ്റി. സോ അത്രേ ഉള്ളൂ. വേറെ എന്നാ, ഇത് അങ്ങോട്ട് ഞങ്ങളുടെ കോളേജ്, അങ്ങോട്ട് ഞങ്ങളുടെ ഹോസ്റ്റൽ. ഇതാണ് ഞങ്ങളുടെ വീട്ട്, ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ. വെരി നൈസ്. എന്താ പറയുക, ഫുഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ, കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഫുഡൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറൊരു ഹോസ്റ്റലിൻ്റെയും കാര്യങ്ങൾ വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ കുറച്ചും കൂടെ ബെറ്റർ. കാരണം ഞങ്ങൾ പോസ്റ്റിങ്ങിന് പോകുന്ന IMH പോസ്റ്റിങ്ങിന് പോയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ, പീഡിയാട്രിക്കിൻ്റെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ഇവിടെ രണ്ടിടത്ത് പോയപ്പോഴും ഞങ്ങൾ പല കിംസിലെ പിള്ളേരായാലും കുട്ടികളായാലും എല്ലാവരെയും ഞങ്ങൾ പരിചയപ്പെട്ടു. അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ഫുഡ് ഭേദം. കിംസിൻ്റെ ഫുഡ് എങ്ങനെയാണ്, അവിടുത്തെ ഹോസ്റ്റൽ ഫുഡ് എങ്ങനെയാണെന്ന് ചോദിച്ചില്ല. പക്ഷേ ബാക്കിയുള്ള ഹോസ്റ്റലിൽ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ എന്തുകൊണ്ട് ബെറ്ററാണ്. അപ്പം ലക്ഷ്മി കോളേജ് കുറച്ച് സ്ട്രിക്റ്റാണ് സംഭവം, ഞങ്ങളുടെ കോളേജ് കുറച്ച് ഫ്രീയാണ്. ലക്ഷ്മി കോളേജിലെ പ്രിൻസിപ്പൾ കൊള്ളാം, ഞങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പൾ കൊള്ളില്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ലൈക്ക് മലയാളീസിന് കുറേ കൂടെ സപ്പോർട്ട് അപ്പുറത്തെ ലക്ഷ്മി കോളേജിലാണ്. ഇവിടെ അത്ര സപ്പോർട്ടാണെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഞങ്ങളുടെ പ്രിൻസിപ്പളും മലയാളിയായിരിക്കും. പിന്നെ ഏറെക്കുറെ ഞങ്ങളുടെ കാര്യവും ലക്ഷ്മിക്കാരുടെ കാര്യവും ഏറെക്കുറെയൊക്കെ സെയിമാണ് അവസ്ഥയൊക്കെ. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കാണും, അത്രയൊക്കെ. ഹോസ്റ്റലായാലും അവിടുത്തെ ഹോസ്റ്റലിന് വേറെ എന്താ പറയുക, വേറെ റൂൾസും ഞങ്ങളുടെ ഹോസ്റ്റലിന് വേറെ റൂൾസും. കാരണം ഞങ്ങളുടെയും അവരുടെയും വാർഡും വ്യത്യാസമാണ്. ഞങ്ങളുടെ വാർഡ് നല്ല പാവമാണ്. അങ്ങനെ എന്താ പറയുക, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള മനസ്സുള്ളവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ടൂറും കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ വന്നിട്ട്. പിന്നെ ലീവിൻ്റെ കാര്യം പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ചിലപ്പം ഇവിടുന്ന് പറഞ്ഞാൽ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടാൻ പാടാണ്. ഡിസംബറാണെങ്കിൽ ഭയങ്കര പാടായിരിക്കും. പിന്നെ ഈ ഒരു മാസം, ഇപ്പോൾ ജൂലൈ ആയി, ഈ ഒരു മാസമാണ് നമ്മളുടെ ബേസ്കാർക്ക് ലീവ് കൊടുക്കുന്നത്. കാരണം ഫസ്റ്റ് ഇയറിൽ അവർക്ക് പ്രാക്ടിക്കലില്ല, സെക്കൻഡ് ഇയർ പ്രാക്ടിക്കൽ ഉള്ളതുകൊണ്ട് പ്രാക്ടിക്കൽ ഡേറ്റൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് അവർക്ക് ലീവ് കൊടുക്കുന്നത്. സോ ലീവിൻ്റെ കാര്യവും അത് കിട്ടുന്നതൊക്കെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന നേരത്തേക്ക് അവർ ഡേറ്റൊക്കെ പറഞ്ഞതെന്ന് നമ്മൾ അങ്ങനെ ബുക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അറിയത്തില്ല. പിന്നെ എന്ന് പറയുമ്പം എനിക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. നേരത്തെ ഒന്നും പറഞ്ഞു തരത്തില്ല അവർ ലീവ് ഇന്നാണ് ലീവൊന്നും, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ബുക്ക് ചെയ്തു എന്നൊന്നും ഇവിടെ പറയത്തില്ല. കുറച്ച് ലീവിൻ്റെ കാര്യത്തിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പിന്നെ ഔട്ടിങ് കിട്ടുന്ന കാര്യത്തിലായാലും കിട്ടാൻ കുറച്ച് പാടാണ്. ഔട്ടിങ് കിട്ടാൻ പാടാണ്. നമ്മൾ കുറേ പിറകെ 3 മാസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ഔട്ടിങ് ചോദിക്കുന്നത് കിട്ടായിരുന്നു. അല്ലാതെ നമ്മളെപ്പോൾ ചോദിച്ചാലും ഒരു ഔട്ടിങ് അങ്ങനെയൊന്നും കിട്ടില്ല. അങ്ങനെ പ്രതീക്ഷയൊന്നും വരും ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റിന് നല്ല വാല്യൂ ആണ്. അതുകൊണ്ട് എന്തുകൊണ്ടും പിന്നെ സഹിച്ച് നിന്ന് കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞല്ലോ. പിന്നെ അതിനെപ്പറ്റി ആലോചിച്ച് ഇതാവേണ്ട ആവശ്യം നമുക്കില്ല. ആ ഒരു പോസിറ്റീവ് സൈഡ് കണ്ടിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അല്ലാതെ സെലിബ്രേഷനായാലും ഇപ്പോൾ നമ്മൾ പിള്ളേർ നടത്തുന്ന നല്ല കാശൊക്കെ ഇറക്കി നടത്തുന്ന സെലിബ്രേഷനൊക്കെ അടിപൊളിയായിരിക്കും. അല്ലാതെ വരുന്നേക്ക് കുഴപ്പമില്ലാതെ ഒരു ഇതിലങ്ങ് പോകും. ഞാനിങ്ങനെ എല്ലാ ചെറിയ ചെറിയ പ്രോഗ്രാംസൊന്നും ഞാൻ അതിനകത്ത് ഇടാറില്ല. എങ്ങനെയുണ്ട് ഗൈസ്? എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ കലാവിരുത്? കഴിഞ്ഞ വർഷത്തെ ബോക്സ് ഫയലിലെ സാധനമാണ്. അപ്പോൾ ഞാൻ വെട്ടി മഞ്ഞ കളറിൽ, ഇപ്രാവശ്യം പിങ്ക് ആയതുകൊണ്ട് ഞാൻ വെട്ടിയിട്ടതില്ല, ചുമലിലോട്ട് വേസ്റ്റ് ചെയ്താൽ കളയാൻ പറ്റില്ല. അത്രയും കഷ്ടപ്പെട്ടെ, അതെൻ്റെ ബാഗ്. ഓക്കെ അല്ലേ? 2000 years later. ഇന്നലെ ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതെ കിടന്നുറങ്ങിയടി. ഞാൻ അറിഞ്ഞില്ല ഉറങ്ങിപ്പോയ കാര്യം.
ഞാൻ BSc റൂമിലാണ് ഗൈസ്. ഹലോ ഗൈസ്. ഇന്നലെ നാട്ടിൽ പോകാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നു. ഇന്ന് നാട്ടിൽ പോവാൻ പോവാ. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം റെഡിയാക്കി. രാവിലെയാണ് ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടിയത്. ഞങ്ങളപ്പോ പോവാണ് ഗൈസ്. ബൈ. എത്ര മണിക്ക് ട്രെയിന് 11 മണിക്ക്. സോറി എടി, പൈസ കയ്യിൽ കരുതാറില്ല. എടി എത്ര മണിക്ക് ട്രെയിൻ? 11 സമയം 6:45 ഉള്ളൂ. ഞങ്ങൾക്ക് ലോക്കല് ടിക്കറ്റ് എടുക്കണം ഗൈസ്. അതാണ് ഞങ്ങൾ ഇത്ര നേരത്തെ പോകുന്നത്. അവര് വിടാനുള്ള എനിക്ക് അറിയില്ല. നല്ല ഇവിടെ ഭയങ്കര പ്രഷർ. ഞങ്ങളെ വിടില്ലെന്ന് പറഞ്ഞിരുന്നതാണ്. പിന്നെ ഇവര് ക്യാൻസൽ ചെയ്ത് ഇന്നലത്തെ ഒരു ദിവസത്തെ സ്ട്രഗിളിന്റെയാണ് ഞങ്ങൾ ഇനി പോകുന്നത്. എല്ലാരും പോണ്. പറയടി ചാച്ചാ, നീ എന്ന് വരും? ഓക്കെടാ. ഓക്കെ, എൻ്റെ ഇൻസ്റ്റ കയറിയാൽ മതി, അതിനകത്ത് ലിങ്ക് ഉണ്ട്. എങ്ങനെ? ഹലോ മൈൻഡ് ഇല്ല. അവിടെ വന്ന് മൈൻഡ് ചെയ്തില്ലെന്നാണ് ഇവിടെ വന്ന് മൈൻഡ് ചെയ്തില്ല. നീ ഇപ്പം എന്നെ മൈൻഡ് ചെയ്തു. ഹലോ, ഞങ്ങൾ പോവാ. ചാച്ചാ ബൈ. ചാച്ചാ ബൈ. ഹലോ ഹായ് ചാച്ചാ ബൈ. തിരിച്ചു വരില്ല ചേട്ടാ. നീയൊക്കെ വന്നില്ല, അത്രയും സമാധാനം. ഈ ഫ്ലോറിൽ ശബ്ദമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ എന്റെ വീട്ടിൽ എന്റെ അമ്മ എപ്പോഴും പറയും, നീ വരാത്തത് ഇവിടത്തെ ഏറ്റവും വലിയ കുറവെന്ന്. കാരണം ഞാൻ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് എല്ലാരും വീട്ടിൽ കാണും. ഭയങ്കര ഉണർവ വീടിന്. ഞാൻ വന്നു കഴിഞ്ഞാൽ എല്ലാരും കൂടെ വീട്ടിൽ കയറി വരും. എല്ലാ ഫ്രണ്ട്സും ഒക്കെ ഇങ്ങനെ വരും. എന്നിട്ട് അവിടെ ഭയങ്കര ബഹളം ഉണ്ടാക്കും. പിന്നെ ഞങ്ങളെ വീട് ഭയങ്കര അനക്കുവാ. പിന്നെ എന്നൊന്നും പറയണ്ട, അത്രയ്ക്ക് ഓണാ. ഇതൊരു അശ്വതി കയറി വരുന്നു. പ്രാന്തി. ഇതാരെ ടോപ്പടി അശ്വതി? കെസിയായി പറയടി, എനിക്കല്ലേ സ്നേഹമുള്ള. ആര് പറഞ്ഞു? എടി നീ പറഞ്ഞിട്ടല്ലേ ഞാൻ വീഡിയോ എടുത്തത്? ഞാൻ വെറുതെ വന്നേ. കേട്ടാടി. ഒരു ബാഗൊക്കെ പച്ച സെറ്റായി. പൂരി ഞങ്ങള് അവളുമാരെ പേരും പറഞ്ഞ്, അല്ല നിങ്ങളെ പേരും പറഞ്ഞ് ഞങ്ങൾ പൂരി വാങ്ങാൻ പോവാണ്. നീ വരുന്നോ? എൻ്റെ മുടി ഇരിക്കണം നോക്കടി. ഞങ്ങൾ അവളുമാരെ പേരും പറഞ്ഞ് ഞങ്ങൾ പൂരി വാങ്ങാൻ പോവാം. പാത്രമൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണ്? നിനക്ക് കുഴപ്പമുണ്ടോ വീഡിയോ വരുന്നതിന്? എനിക്ക് കുഴപ്പമില്ല. ഞങ്ങൾക്ക് നാണമില്ല. നിനക്ക് പറഞ്ഞുകൂടാത്തുണ്ട്. ബൈ, ഹാപ്പി ജേണി. പോയിട്ടൊക്കെ വാ. അയ്യോ, ഇത് സൂമായി. എവിടെ പോയാലും ഇതിന്റെ മുഖമാണല്ലോ, നിന്റെയൊക്കെ മുഖങ്ങളാണല്ലോ. ആരെല്ലാരും ഹായ് പറയൂ. നീ എന്താണ് ഇപ്പൊ പറയാൻ തോന്നുന്നത്? നീക്ക് കേട്ടല്ലോ ഗൈസ്. പറയൂ പാത്തു, നിനക്ക് എന്താണ് പറയാനുള്ളത്? പറ, എന്താണ് നിനക്ക് പറയാനുള്ളത്? അതെ, നിനക്ക് എന്താണ് പറയാനുള്ളത്? സോറി ഗൈസ്, ബാക്കിയല്ല. എന്നാണ്ട് ഇവിടെ ഒരു പൂരി കാത്തു നിൽക്കുന്നു ഗൈസ്. ഇവിടെ നിങ്ങൾക്ക് അറിയാലോ. അല്ല, നിങ്ങൾക്ക് പൂരി ഉണ്ടാക്കുന്നത് കാണണമെങ്കിൽ ഞാൻ നൈസായിട്ട് കാണിച്ചു തരാം. ഇതാണ് പൂരി ഉണ്ടാക്കുന്നത്. ഇതാണ് പൂരി എടുക്കുന്നത്. ഇനി നമുക്ക് കറി കാണണ്ടേ? കറി ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ കറി പാവയ്ക്കയാണ് ഗൈസ്. പാവയ്ക്ക അതെ, ഒന്നിനും കൊള്ളത്തില്ല. കണ്ടോ നിങ്ങൾ? പാവയ്ക്കയാണ് ഇന്നത്തെ കറി. പാവയ്ക്ക. ഓക്കെ, എല്ലാവരും പൂരി കാത്തിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ കാണണം എല്ലാവരും പൂരി. ആര്യ എന്താണ് പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ? നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താണ് പറയാനുള്ളത്? പറഞ്ഞോളൂ. യൂട്യൂബിൽ ഇടും. എന്താണ് വരി പറയാനുള്ളത്? അതെ, അത് ശരി. സാനിയ പറയൂ. തീറ്റ മുഖ്യം. പറയൂ ജോസ്, എന്താ പറയാനുള്ളത്?
ഗൈസ് പാർട്ടിയാണ് ഗൈസ്. ആദ്യം എന്താണ് പറയാനുള്ളത്? സന്തോഷം. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങളൂടെ എന്താണ് കൃപ നിനക്ക് പറയാനുള്ളത് ഈ ഒരു സന്തോഷം, വളരെ വളരെ ഓക്കെ. എന്താണ് നിനക്ക് പറയാനുള്ളത്? ഗൈസ് ഇത് കണ്ട് നിങ്ങൾ പേടിക്കണ്ട, ഇതെന്റെ ഒരു കൂട്ടുകാരിയാണ്. എന്താണ് പറയാനുള്ളത്? പറഞ്ഞോളൂ. എനിക്കൊന്നും പറയില്ല, ഞാൻ മിണ്ടില്ല. അഭിരാമി എന്താണ് പറയാനുള്ളത്? പറയൂ. ഭയങ്കര സന്തോഷം, എക്സൈറ്റഡ്, സോ എക്സൈറ്റഡ്. ഗസ്യ പറയൂ ഗസ്യ എന്താണ് പറയുക? ഫൈനലി ഇവിടുന്ന് ഞങ്ങൾ പോവാണ് ഗൈസ്. ഇന്നലത്തെ ഒരു ദിവസത്തിന്റെ ഫുൾ സ്ട്രഗിൾ ആണ്. ഞങ്ങൾ പോവുകയാണ്. ഏടന് വന്നപ്പോൾ കറണ്ട് പോയി. ഇതാണ് ഏടൻ. എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല, സന്തോഷം സമാധാനം എല്ലാവരും പോയ. അപ്പൊ ശരി ഗൈസ്. ഒരാളൂടെ വരുന്നു. കൃഷ്ണ, എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? പറയൂ. വളരെയധികം സന്തോഷം, എല്ലാവർക്കും സന്തോഷമാണ് ഗൈസ്. ഞങ്ങൾ പോകാനായിട്ട് നിങ്ങൾ റെഡി ആയിരിക്കണം. പൂരി നോക്കി എല്ലാവരും ഇരിക്കുകയാണ്. പൂരി എപ്പോ വരുമെന്ന് എനിക്ക് വയ്യ. കേട്ടില്ല, വേണ്ടതൊന്നും പറയുന്നില്ല. എല്ലാ ആവശ്യമുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ നേരത്തെ ഞാൻ ആവശ്യമുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ എത്തിയെന്ന് പറയുന്നതായിരിക്കും. അതെ, ഞങ്ങൾ 3 പേര് ലോക്കലിലാണ് പോകുന്നത്. 3 പേര് ലോക്കലിലാണ് പോകുന്നത്. അതിൻ്റെയാണ് അവൾ ആ രോദനം വന്ന് പങ്കുവെച്ചത്. നിങ്ങൾ വേണമെങ്കിൽ ഓക്കെ, 4 പേരുണ്ട്. എന്തായാലും ഇരിക്കുമ്പോൾ സെറ്റായിരിക്കും, കുഴപ്പമില്ല. ബൈ. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങൾ പോവാണ്. പൂരി കിട്ടും, ഞങ്ങൾ പോവാണ്. അപ്പോൾ അഹല്യ ബൈ ഗൈസ്. ഞങ്ങൾ തിരിച്ചു വന്നിട്ട് നിങ്ങൾ എല്ലാവരും ബൈ കൊടുക്കൂ. എവിടെ എല്ലാവരും ബൈ. ഓക്കെ ബൈ ഗൈസ്. ഇവിടെ ഇനി ഇവിടെ തന്നെ കാണുന്നതിന് മാർക്ക് കാണുന്നു. ബൈ ഗൈസ്. അല്ല, അവളുമാരെ പറഞ്ഞു. ഇന്നലെ ഞാൻ ഉറങ്ങിപ്പോയി. അവിടെ ഞാൻ അയച്ചു ഇന്നത്തെ ബാക്കിയും കൂടെ ഞാൻ ഉറങ്ങിയതാ ശരിക്കും. എന്റെ ഹാർട്ട് എടുത്ത ഫയർബലി പാട് ആദ്യം കാണണ്ട. ഇവിടെ ഒരു പാടുണ്ട് അവൾക്ക്, ഇങ്ങനെ കടിച്ച മാതിരി. അതെ, അപ്പൊ ശരിക്കും അറിയാം, ഹാർട്ടിന്റെ സർജറി ആയിരുന്നു ഒന്ന് പണ്ട്. ഞാൻ പറഞ്ഞു അത് എടുത്തിട്ട് കൈ പിടിച്ച് തിരിച്ചു വെച്ചെന്ന് ഞാൻ പറഞ്ഞു. അല്ലേ, ഇവിടെ നല്ല വെട്ടമുണ്ട്. അത് ലൈറ്റ് ഉള്ളതുണ്ടോ? ഇനി പോണം, പൂരി തിന്നണം, ഉറങ്ങണം. ബൈ. ഇന്ന് നേരത്തെ കിടന്നുറങ്ങണം, നാളെ ഞായറാഴ്ച. അശ്വതി പറഞ്ഞു. അശ്വതി ബൈ. എന്റെ മുടി ഒന്ന് മാറ്റി. ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വന്നു ഗൈസ്. ഞാൻ നിങ്ങൾക്ക് ഫുഡ് എന്നാന്ന് കാണിച്ചു തരാം. നല്ല കറിയാൻ തോന്നുന്നു. തക്കാളിയും പിന്നെ മുളകും അതും ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് എണ്ണയൊക്കെ ചെയ്തിട്ടുള്ള കറി. യെസ്, പൂരി. ഇനി ഇത് കഴിക്കണം, വീട്ടിൽ വിളിക്കണം, കിടന്നുറങ്ങണം. അപ്പോൾ ഒക്കെ എത്രയേ ഉള്ളൂ. ബൈ. ഗുഡ് നൈറ്റ്.